സ്കോപ്പിംഗ് ക്ലാസ്സിലെ ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കരുത്തുള്ള കൽവരി ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇതെന്തിനാ ചേച്ചി? മൂപ്പൻ്റെ നിപ്പ് കണ്ടപ്പോഴേ ആകെ പാവം തോന്നി. ചേച്ചി ഇതാൾ കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ? അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടിയാൽ നമ്മുടെ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി നിങ്ങൾ തന്നെ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം. ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരടുത്തും പറയാമെന്ന് നിൽക്കണ്ട. റഹീം, സിനിമ ഇഷ്ടമായ? സാറിന് ഇഷ്ടമായി? പിന്നെ മാസ്റ്റർ ഡയറക്ടറല്ലേ, ജീവിതം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. എന്താണ് റഹീമിൻ്റെ അഭിപ്രായം എന്താണ് സിനിമയെക്കുറിച്ച്? ഇതിന് ഡയറക്ടർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. ഈ മരിച്ചവരെ പറ്റി കുറ്റം പറയുന്നത് മോശമല്ലേ? അത് മോശമാണ്. എന്താ സാറേ, സിനിമ കാണുന്നില്ലേ? ആ അതെ, ഒരു ഫോൺ വന്നേ. ഹലോ ഹലോ, ചിന്നു ആണ്. പറയൂ. മാഷെ, ഞാനിവിടെ ക്യാമ്പസിന് പുറത്തുണ്ട്. മാഷെ കോളേജിലുണ്ടോ? ഇല്ല, ഞാൻ തിരക്കാണ്. ഇവിടെ ഒരു പ്രോഗ്രാമിലാണ്, ടൈം ഉണ്ടാവില്ല. എപ്പോൾ ഫ്രീ ആവുമായിരിക്കും? എനിക്കൊന്ന് മാഷിൻ്റെ ഹെയർ ക്യാപ്പ് എൻ്റെ കയ്യിലുണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ എവിടെയുണ്ട്? ആ മാഷേ, നടക്കി മാഷേ, അവിടെ നിൽക്കി മാഷേ. നമ്മളെ ഇംഗ്ലീഷ് മാഷ് പോയിട്ടാ, ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ ഇടയ്ക്ക് മണ്ടിന്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ പ്ലീസ്. മാഷേ, ഞാൻ രാവിലെ വരാമെന്ന് വെച്ചത്, പക്ഷേ ഓഫീസിൽ കുറച്ച് തിരക്കായിപ്പോയി. മാഷിന് ബുദ്ധിമുട്ടായോ? നിങ്ങളിതും കൊണ്ട് ഇങ്ങോട്ട് വന്നാണ് എനിക്ക് ബുദ്ധിമുട്ടായത്. എനിക്ക് ഞാനിത് കൊണ്ടുപോയിട്ട് പിന്നെ വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക് പ്ലീസ്. വലിയ ഉപകാരം. ശരി. ഒന്ന് നിൽക്കും മാഷേ, ഇവരെ കാണാൻ നിങ്ങൾ ഓടി വന്ന്. ആരാ മാഷേ അത്? അതെൻ്റെ ഒരു പഴയ സുഹൃത്താണ്. കയ്യിലെന്താ കോളൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ മാഷേ. തനിക്കെല്ലാം അറിയണോ? എന്താണ് മാഷേ? മാഷ് നിങ്ങളെ ഫ്രണ്ടല്ലേ അത്?
മാഷ് വിട്ടോ, ഞാൻ വിളിക്കാം. മാഷെ വിളിക്കാം, ഞാൻ വിളിക്കാം. ഏത് ഹോസ്പിറ്റലിൽ ചെയ്യാൻ നോക്കി വിളിക്കാം. ഓക്കെ മാഡം, ഇതേ പറ്റുമോ? ഹോസ്പിറ്റലിൽ പോവാം. ഓട്ടോ ഇപ്പോൾ ആക്സിഡൻ്റ് ആയി വന്നവരുടെ കൂടെ ആരാ ഉള്ളത്? കാർഡ് എടുക്കണം, CT സ്കാൻ ഉണ്ട്, ഇത് മരുന്നാണ്. പെട്ടെന്നാവട്ടെ കേട്ടോ. പക്ഷേ ഒരു ഹെൽപ്പ് ചെയ്യോ? ഓ, എൻ്റെ ആവശ്യത്തിന് ക്യാഷ് ഇല്ല. അതിനെന്താ, നമ്മളൊക്കെ ഇവിടെ നിങ്ങൾ ആ ബില്ലും കരി ഇന്ന് മാഷേ. ഒരു സെക്കൻഡ്. റഹീമേ, നമ്മുടെ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ വേണ്ടിപ്പെട്ട കുട്ടിയല്ലേ? ആണോ? ആണ്. അപ്പം നമ്മൾ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ വേഗം പോയി ബില്ലടച്ചു വരി, ഞാൻ ആ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ചെല്ലു മാഷേ. ബില്ലറുണ്ട്. സർ, നിങ്ങളൊപ്പം വന്ന ഓട്ടോറിക്ഷക്കാർ ഒരു കവർ ഏൽപ്പിച്ചത്, അതാ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കവറോ? അവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ. ഒരു കവർ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിൻ്റെ ആണോ? സൂപ്രണ്ടിൻ്റെ മേശയിലുണ്ട്. സാർ ഇപ്പം വരും. ആൾക്ക് കുറച്ച് മെമ്മറി ലോസ് ഉണ്ട്. ആരെങ്കിലും കൂടെ കാണണം. ഇറങ്ങി പോകാണ്ടോ നോക്കണേ. വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ബാക്കി വീട്ടിൽ നിന്നാ ഞാനൊരിടത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരറിഞ്ഞാൽ വെറുതെ ബേജാറാവും. നിങ്ങളിതൊന്നും പറയാൻ നിൽക്കണ്ട. ഇവിടെ നമ്മളൊക്കെ ഇല്ലേ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വരി. അല്ലേ മാഷേ? അല്ല, എനിക്ക് നല്ല ക്ലാസ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇവിടുന്ന് നേരത്തെ എണീച്ച് പോയാൽ പോരെ. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാനാവും ഇടങ്ങാറാ. നിങ്ങൾ പോയിട്ട് വരി. ശരി ശരി. എന്നാലേ ഇന്ന് തിങ്കളാഴ്ചയാ? ഇല്ല, അവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ്. കൈക്ക് ചെറിയ പരിക്കുണ്ട്, അത്രേ ഉള്ളൂ. ഹലോ, ഞാൻ ഇത് സൂപ്രണ്ട് സാർ ഏൽപ്പിച്ചതാ. ഇതാ നിങ്ങൾ പൊളിച്ചു നോക്കില്ലേ? ഇതാ വരുന്ന മൂപ്പരുത്. നിങ്ങളാണ് നേരിട്ട് കൊടുത്തേ. സാറിന്റെ കവർ